വിജയുടെ രാഷ്ട്രീയത്തെ കേരളം ഏറ്റെടുക്കുമെന്നുള്ളതിൽ 100% ശരിയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കിടയിൽ വിജയ് തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായിട്ടുള്ള വികസനങ്ങളെ നോക്കിക്കാണുകയാണ്. സാധാരണക്കാരായ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വയോജനങ്ങൾക്ക് വേണ്ടി ഒന്നും നൽകുന്നില്ല. KSRTC ബസ്സിൽ പോലും 60 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട വയോജനങ്ങൾക്ക് സൗജന്യമായി യാത്ര നൽകുന്നതിൽ എന്താണ് ഇവിടെ തടസ്സമുള്ളത്? വിജയുടെ ഒരു രാഷ്ട്രീയത്തെ വളരെ ആശ്ചര്യപൂർവ്വമാണ് അവർ വരവേറ്റുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശ്രീമാൻ ജോസഫ് വിജയ് കേരളത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. നമസ്കാരം. തമിഴ് വെട്രിക്കഴകം കേരളത്തിലേക്കും വരികയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കേരളത്തിൽ തമിഴ് വെട്രിക്കഴകം എത്തിക്കഴിഞ്ഞാൽ അത് KVK എന്നായിരിക്കും അറിയപ്പെടുക. എന്തായാലും ഇവിടെ എടുത്തു പറയാനുള്ളത് TVK എന്ന പാർട്ടി കേരളത്തിലും ക്ലച്ച് പിടിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ് KVKയുടെ, അതായത് കേരള വെട്രി കഴകത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ. എൻ്റെ പേര് മനോജ് ശങ്കരനെല്ലൂർ എന്നാണ്. ഞാൻ ജനശക്തി കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും തമിഴ് വെട്രിക്കഴകവും അതുപോലുള്ള ജനശക്തി കോൺഗ്രസിൻ്റെ കോൺഫെഡറേഷൻ്റെ സൗത്ത് ഇന്ത്യയുടെ കൺവീനർ കൂടിയാണ്. TVK കേരളത്തിലേക്ക് വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ വിജയെ ഇഷ്ടപ്പെടുന്ന ഏകദേശം 3.5 ലക്ഷത്തോളം വരുന്ന ഫാൻസുകൾ തന്നെ കേരളത്തിലുണ്ട്. തമിഴ് പടം ആദ്യം വിജയുടെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡ് കിട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതുകൊണ്ട് കേരളത്തിൽ വിജയെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരായ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടിക്ക് കേരളത്തിൽ സ്പേസുണ്ട്. വിജയുടെ രാഷ്ട്രീയത്തെ കേരളം ഏറ്റെടുക്കുമെന്നുള്ളതിൽ 100% ശരിയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അദ്ദേഹം തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലുള്ള വലിയ മുന്നേറ്റം, ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന മുന്നേറ്റം വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്തുള്ള ജനങ്ങളടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു പഞ്ചാബിൽ നിന്ന് ജഗ്മോഹൻ സിംഗ് ഭാട്ടിയ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കിവിടെ വിജയുടെ പാർട്ടി രൂപീകരിക്കണം, നമുക്ക് ഇതേപോലെ ഒരു കോൺഫെഡറേഷൻ ഞങ്ങൾക്ക് പഞ്ചാബിൽ ആവശ്യമാണെന്ന്. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കിടയിൽ വിജയ് തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായിട്ടുള്ള വികസനങ്ങളെ നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കും ഈ മുന്നണിക്കും കേരളത്തിൽ വളരെ സ്പേസുണ്ട്. കാരണം ഇരു കക്ഷികളെയും ഐക്യ ജനാധിപത്യ മുന്നണിയാവട്ടെ അല്ലെങ്കിൽ മറ്റ് NDA ആകട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകട്ടെ, ഈ മുന്നണികളിൽ നിന്നൊരു വ്യത്യസ്തമായ രാഷ്ട്രീയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സർഫാസി വിഷയങ്ങൾ, രണ്ടാമത്തെ വിഷയം പറഞ്ഞ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം രാജ്യത്ത് ഈ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ നടപ്പിലാക്കുന്നില്ല. ഹോട്ടൽ മേഖലയിലെ അനിയന്ത്രിതമായ കൊള്ള നടത്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ഇവിടുത്തെ വ്യാപാരി സംഘടനകൾക്ക് മുന്നിൽ ഇവിടുത്തെ ഗവൺമെൻറ് മുട്ടുമടക്കിയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വയോജനങ്ങൾക്ക് വേണ്ടി ഒന്നും നൽകുന്നില്ല. KSRTC ബസ്സിൽ പോലും 60 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട വയോജനങ്ങൾക്ക് സൗജന്യമായി യാത്ര നൽകുന്നതിൽ എന്താണ് ഇവിടെ തടസ്സമുള്ളത്? അപ്പോൾ ഈ ഗവൺമെൻറ് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പല നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ജനവിരുദ്ധമായ നയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നാടിൻ്റെ വികസനം ജനം ആഗ്രഹിക്കുന്ന വികസനം ഈ നാട്ടിൽ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് 102 സീറ്റ് നൽകി ജനം അധികാരത്തിലേറ്റിയിരിക്കുന്നത്. കേരളത്തിൽ TVK ഉൾപ്പെടുന്ന ജനശക്തി കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു കോൺഫെഡറേഷൻ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മേഖലകളിലും മേഖലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് 5 ജില്ലകളുടെ മേഖലാ സമ്മേളനം കഴിഞ്ഞു. മധ്യമേഖലയുടെ മേഖലാ സമ്മേളനം ഇന്നലെ 15-ാം തീയതി എറണാകുളത്ത് വെച്ച് നടന്നു.
ഇന്നിപ്പോൾ ഇതാ 16-ാം തീയതി ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് 4 ജില്ലകളുടെ മേഖലാ സമ്മേളനം നടക്കുകയാണ്. ഈ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം, തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടി വിജയം ഉയർത്തുന്ന രാഷ്ട്രീയം, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അത് പ്രതിഫലിക്കും എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. നിലവിൽ അംഗത്വം നൽകി തുടങ്ങിയോ? ഇല്ല, ഞങ്ങൾ കേരളത്തിൽ അംഗത്വം നൽകുന്നത് KVK, കേരള വെട്രിക്കഴകം എന്നുള്ള പേരിലാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തമിഴ് വെട്രിക്കഴകം തമിഴ് ജനതയുടെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ്. കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആശയപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം. അതുകൊണ്ടാണ് TVKയും KVKയും തമ്മിലുള്ള കമ്പാരിസൺ വരുന്നത്. യുവാക്കളൊക്കെ ഈ അംഗത്വം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടോ? ഒരുപാട് യുവാക്കൾ വരുന്നുണ്ട്. അവരുടെ പുതിയ പുതിയ രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയ രീതികളും ഒരുപാട് വ്യത്യസ്തമായതുകൊണ്ട് പുതിയ മെമ്പേഴ്സുകൾ കടന്നു വരുന്നുണ്ട് ഇതിനകത്ത്. എൻ്റെ പേര് സബീർ ചക്രപ്പറമ്പ്, സംയുക്ത മുന്നണിയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ്. എൻ്റെ പേര് KS ഗിരിജ, ഞാൻ സൗത്ത് ഇന്ത്യയുടെ നാഷണൽ സെക്രട്ടറി. കേരളത്തിൽ വലിയ വളർച്ച TVKയ്ക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും. ഇന്നിപ്പം ഫാൻസിലൊരാൾ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ്, ഒരുപാട് സപ്പോർട്ട് തരുന്നു. പ്രധാനമായുള്ള ചോദ്യം, എപ്പോഴാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഇനി കേരളത്തിലേക്ക് വരിക, പാർട്ടിയുടെ നിലയുറപ്പിച്ചതിന് ശേഷം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് എത്തും. ഒരു പൊതുവികാരം അതാണ്. കേരളത്തിലെ ജനങ്ങളുടെയും ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെയും ഒരു പൊതുവികാരം, ഇന്നൊരു രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത ആളുകളാണ് പുതിയ ചെറുപ്പക്കാർ. ആരെയും വിശ്വാസത്തിലെടുക്കാതെ ഈ ചെറുപ്പക്കാർക്ക് വിജയുടെ ഒരു രാഷ്ട്രീയത്തെ വളരെ ആശ്ചര്യപൂർവ്വമാണ് അവർ വരവേറ്റുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശ്രീമാൻ ജോസഫ് വിജയ് കേരളത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. അടുത്ത മാസം ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനശക്തി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം തന്നെ തമിഴ് വെട്രിക്കഴകത്തിൻ്റെ രാഷ്ട്രീയത്തെയും തുറന്നു കാണിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ പോയി സന്ദർശിച്ചിരുന്നു? ഇല്ല, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ആയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് പോകാത്തത്. മിക്കവാറും അടുത്ത മാസം ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നുണ്ട്. നേതാക്കളൊക്കെ വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ പരിപാടികളിലൊക്കെ അവരുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തമിഴ് വെട്രിക്കഴകത്തിൻ്റെ പേരിൽ കമ്മിറ്റികളൊക്കെ നടത്താറുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു ഫാൻസ് അസോസിയേഷൻ മാത്രമാണ്. ഒരുപാട് വിഭിന്നമായിട്ട് പല കൊല്ലം ജില്ലയിലായാലും മറ്റ് വയനാട്ടിലെ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്തകളിലൊക്കെ വരാറുണ്ട്. പക്ഷേ TVK എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഓതറൈസേഷൻ നൽകിയിട്ടില്ല. പക്ഷേ അടുത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ സംവിധാനങ്ങളുമായിട്ട് അടുത്ത് തന്നെ വളരെ പുരോഗമനപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി വിജയ് കേരളത്തിൽ എന്തായാലും വലിയ വളർച്ച ഈ പാർട്ടിക്ക് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. വലിയ വളർച്ച കേരളത്തിലുണ്ടാവും. കാരണം ഇരു മുന്നണികളോടും ജനങ്ങൾക്ക് താല്പര്യമില്ല. മറ്റൊരു മുന്നണി എന്ന് പറഞ്ഞാൽ NDA ആണ്. വർഗീയ ഫാസിസ്റ്റ് നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്, മതേതരത്വ നിലപാടിനെ അട്ടിമറിക്കുന്ന ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയ്ക്ക് വിഭിന്നമായ രീതിയിൽ ചിന്തിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെ വിശ്വാസത്തിലെടുക്കാൻ മതേതര കേരളം ഒരിക്കലും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പുതിയൊരു മുന്നണി കേരളത്തിൽ ഉണ്ടാവണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പാർട്ടികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു 4ാം മുന്നണിക്ക് കേരളത്തിൽ രൂപം നൽകും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെയാണ്, ഈ തുടക്കമാണ് ഈ TVKയുമായി ബന്ധപ്പെട്ടുള്ള കോൺഫെഡറേഷൻ. വീണ്ടും ചെറിയ കക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുകളൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു 4ാം ബദൽ കേരളത്തിന് ഇടമുണ്ട്. അതുമായി മുന്നോട്ട് പോകും. ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് നിങ്ങളെല്ലാവരും TVKയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്? ഞങ്ങൾ പറഞ്ഞല്ലോ, നേരത്തെ തമിഴ്നാട്ടിൽ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ജനശക്തി കോൺഗ്രസ് എന്ന പാർട്ടി തമിഴ്നാട്ടിൽ TVKയുടെ ഭാഗമായിരുന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കേരളത്തിലും ആ വിജയത്തിന് ശേഷം വിജയുടെ വിജയത്തിന് ശേഷം ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്.
കാരണം രാജ്യത്ത് വിജയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം രാജ്യത്തിന് ആവശ്യമാണ്. ഇന്ന് രാജ്യം വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെമോക്രസിൻ്റെ വാള് പോലെയാണ് ഓരോ ആളുകളുടെയും തലയിൽ വലിയ ഭാരമാണ് രാജ്യത്തെ ഗവൺമെൻറ്റുകൾ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊരു മോചനം നമ്മുടെ രാജ്യത്തിനുണ്ടാവണം. ഈ രാജ്യത്ത് വികസനം ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് വിജയുടെ പാർട്ടി ഈ കേരളത്തിലും ഈ രാജ്യത്തും ഉണ്ടാവണം. വിജയ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കേരളത്തിലുള്ള KVK ഭാരവാഹികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് വിജയ് പ്രധാനമന്ത്രിയാകണം എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷകളാണ് കേരളത്തിലുള്ള ഭാരവാഹികൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.